ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ കാണുന്നതാണ്. ഇതിൽ ഉമ്മ എന്നും വരുന്നവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പിക്കൊണ്ടേ ഇരിക്കല. ചിലപ്പം എൻ്റെ ചില സൂത്രപ്പണികളുണ്ട്. ചോറിഷ്ടം പോലെ ഉണ്ടാക്കും. കറി തേഞ്ഞിട്ടില്ലെങ്കിൽ അതിലേക്ക് പതുക്കെ ചുടുവെള്ളം വരും. കറി നീട്ടി ഉണ്ടാക്കിയിട്ട് കഞ്ഞിവെള്ളം വരില്ലമ്മ, ചുടുവെള്ളമല്ല അല്ലേ, കഞ്ഞിവെള്ളം ഒഴിക്കും. അപ്പോൾ വരുന്നവർക്കൊക്കെ ചോറും കറിയും റെഡിയാണ്. ആളെങ്ങനെ നോക്കിയിട്ട് ഉമ്മയിലേക്ക് ഇങ്ങനെ സാധനം വരും. അപ്പോൾ എല്ലാവരെയും കാരണം പിതാവിന് വേറൊന്നുണ്ട്, രാത്രിയൊക്കെ എല്ലാവരെയും ഒപ്പം ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പക്ഷേ വരുന്നൊക്കെ രാത്രി വൈകിയായിരിക്കും. അപ്പോൾ ഉമ്മ രാത്രി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാലും കാത്തിരിക്കും. എന്നിട്ട് ഉപ്പാക്കത് വാപ്പാക്കത് ചൂടോടെ കൊടുക്കണം. എന്നിട്ട് ചൂടാക്കിയിട്ട് ആണ് കൊടുക്കുക. പിന്നെ എനിക്ക് ഓർമ്മയുള്ള വളരെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അന്നൊക്കെ സവറ എന്ന് പറയും, നിലത്തിരുന്ന ഭക്ഷണം കഴിക്കുക. കുറേ പായ ഇങ്ങനെ വിരിച്ചിട്ട് എന്നും വൈകുന്നേരം ഫാദർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഉത്സവം മാതിരിയാണ്. ഫാദർ വന്നു കഴിഞ്ഞാൽ ആ സവറ വിരിച്ച് എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിച്ച് അന്ന് രാത്രി പണ്ടൊക്കെ ഉച്ചക്ക് വൈകുന്നേരമൊക്കെ ഭക്ഷണം ചോറാണ് കഴിക്കുക. കുഞ്ഞാക്ക ഫാദർ വരുന്ന ദിവസം അന്ന് പത്തിരിയായിരിക്കും. അന്ന് പത്തിരിയും കോഴിക്കറിയും ആണ് മൂപ്പരുടെ ഇഷ്ട നമുക്കത് സ്പെഷ്യലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കാലം വന്ന് അന്ന് ഇതേപോലെ ഫ്ലെക്സ് ബോർഡൊന്നും ഇല്ലല്ലോ. ഒരു ഭാഗത്ത് ബോർഡ് എഴുതുന്നവരുണ്ടാവും, ഒരു ഭാഗത്ത് ബോർഡ് അടിക്കുന്നവരുണ്ടാവും, ഇപ്പുറത്ത് അങ്ങനെ ഈ വീടിൻ്റെ ഓരോ ഭാഗത്തും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ആദ്യം മുതലേ കണ്ട് വന്നിട്ടുള്ളത് എൻ്റെ അനുഭവം.